എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ അനിനിയിൽ നിന്നും മിപ്പി പോണ റൂട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചെറിയൊരു സ്പേസ് കിട്ടി, അവിടെയാണ് താമസിച്ചത്. അപ്പോൾ അവിടുത്തെ വീട്ടുകാരോട് രാവിലെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയേട്ടാ. मेरे को शौक है ना घूमने का. ये गाँव में इतने इतने हम देखो ये बहन है, वो भाई है, वो मम्मी है, मामा है ना. हम तो वो छूटते थे. ये लास्ट पे रिटर्न यहाँ से घूम के अन्नी जाएगा, वहाँ से अच्छा से भी जाएगा. अंडाला चला जाओ गाड़ी अंडाला अंडाला कहाँ के? अंडले ये आगे कहाँ में? यहाँ में मिपी का आगे. कितना दूर है यहाँ से? बहुत दूर है. वहाँ से पैदल जाना पड़ेगा, बाइसाइकिल में चलेगा. बस अच्छा, अब परमिशन मिलेगा? पर्सनल आप टिकट वो तो कैंपर पे नहीं मिलेगा. अच्छा, ये 7 लेक है ना, वो तो इधर बट वहाँ में अकेला जा नहीं सकता ना. कितना दिन का आदमी है. वो 2-3 दिन 3 रात 2 रात. वो तो बहुत चढ़ा है. अच्छा अच्छा, 3 दिन में आने जाने का. हाँ मजा नहीं. आपको चढ़ने इसमें बहुत दूर है. पर तो ये वो गेट कुछ किसी लेना आदमी पड़ेगा ना. वहाँ जाना तो एक गार्ड लेके जाना पड़ेगा. अच्छा ये खाने वाला कार्ड को भी लेके पता देता है ना. अच्छा, कितना है गेट का? एक पता नहीं वो അടിപൊളി ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമായിട്ട്. എനിക്ക് ഇന്നലെയൊക്കെ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ തന്ന് നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ യൂട്യൂബിലും കൊടുക്കാം. വല്ലാത്തൊരു സന്തോഷം. ഇവിടെ നല്ല ഫുഡ് കാര്യങ്ങൾ തന്ന് നമ്മളെ ഭയങ്കര രീതിയിലാണ് അവർ സൽക്കരിച്ചേട്ടാ. പിന്നെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ലൊരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല കിടിലം പച്ചപ്പാർന്ന മലനിരകളാണ് കാണുന്നത്. എവിടെ നോക്കിയാലും ഇതേപോലെ മനോഹരമായ ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ചെറുതാണ് കേട്ടോ, എനിക്ക് തോന്നുന്നത് അത് വറ്റിയിരിക്കണോണ്ടായിരിക്കാം അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അടിയിലാണെങ്കിൽ മത്തുൻ എന്ന് പറയുന്ന ഒരു റിവർ ഒഴുകുന്നുണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലത്തിന് മത്തുൻ വാലി എന്നാണ് പറയണത്. അടിയിൽ ഒഴുകുന്ന റിവറാണ് മത്തുൻ റിവർ കേട്ടോ. അതുപോലെ തന്നെ ആ കാണുന്ന മലനിരകളൊക്കെ അവിടേക്ക് നമുക്ക് സ്നോ കാണാൻ പറ്റും അവിടെ ചെറിയ രീതിയിൽ. കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു, ആ ഒരു മഴയത്തോടെ തന്നെ ഉണ്ടാകാതായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. എൻ്റെ സൈക്കിൾ നല്ലൊരു പണി കിട്ടിയിരിക്കുന്നത്, നമ്മൾ തള്ളിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. സൈക്കിളിലെ ഈ ഒരു ചെയിൻ ഇടയ്ക്കിടയ്ക്ക് പണിയാണ് കേട്ടോ, എന്താണെന്നറിയില്ല കേട്ടോ, ഒരു പിടുത്തമില്ല. നല്ലൊരു പണിയാട്ടാ. സാധാരണ എപ്പോഴും കിട്ടണത് ഏതെങ്കിലും നല്ല മലമുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും കിട്ടാത്ത സ്ഥലത്തൊക്കെ വെച്ചായിരിക്കും ഇതേപോലെയുള്ള പണിയും കാര്യങ്ങളും കിട്ടണത്. എന്തായാലും നോക്കാം, പന്നെടുത്ത് വെച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ചിരിക്കണേണ്. ഇവിടെ നമ്മൾ ചെറിയൊരു വില്ലേജിലെത്തിയേട്ടാ. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു മിപ്പി വില്ലേജ്. ഈ ഒരു വീടിൻ്റെ മുകളിലേക്ക് ഫുള്ള് സോളാർ വെച്ചേക്കണേട്ടാ. ഇവിടെയൊക്കെ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സോളാറിൻ്റെ പണിയിലാണ്ട ഫുള്ള്. ബ്രേക്കും പണിയാണ് സൈക്കിളിലെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സൈക്കിളിലെ ചെയിനും സീനാണ്. ഇതുണ്ടല്ലേ, ഇതൊരു ഇതാണ്ട് ഹോസ്പിറ്റലാണ്, ഹെൽത്ത് കെയർ ആണ്. ചെറിയ ചെറിയ സംഭവങ്ങളും ചെറിയ ചെറിയ ഫെസിലിറ്റീസും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഗ്രാമത്തിൽ. പക്ഷെ ആൾക്കാരൊന്നും അധികം കണ്ടൂല കേട്ടോ. നമ്മളെ പോണ റൂട്ടിൽ ഇതേപോലെ ഒരുപാട് ഗേറ്റുകളുണ്ട് കേട്ടോ. ഇത് ചെക്ക് പോസ്റ്റ് അല്ല, ഇത് ശരിക്കും മിഥുനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാട്ടാ, വില്ലേജിൻ്റെ അകത്തേക്ക്. മിഥുനും പിന്നെ അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളും ആണെന്ന് തോന്നണ്. എന്നാലും നമുക്ക് തുറക്കാട്ടാ, തുറന്നാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. തുറന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇതാക്കണം കേട്ടോ. ഇതിങ്ങനെ പൊക്കി വേണം തുറക്കാൻ അല്ലേ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിത് അടക്കണം കേട്ടോ. സൈക്കിളിപ്പോൾ തള്ളിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, സൈക്കിള് വീണ്ടും പണി കിട്ടി. സൈക്കിളിലൊരു സാധനം കുടിഞ്ഞു പോയിട്ട് ഞാൻ കാണിച്ചിട്ട് എന്തായാലും ഇത് പണിയാന്ന് ആലോചിക്കണേ. എവിടെ ചെന്നാലും, അതായത് നമ്മൾ ഈ ഒന്നുമില്ല ആളും പേരില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് ആയിക്കോട്ടെ സൈക്കിളിന് ഇതേപോലെയുള്ള പണി കിട്ടണ. मैं करेगा कोई प्रॉब्लम नहीं. अच्छा थोड़ा खोल के रहना. अच्छा ठीक है ഓക്കെ ഭയ്യ. ഓക്കെ, അപ്പോൾ ആള് അടിച്ചോളാന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് എന്തോ ചെറിയ പണിയുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പയ്യെ നമ്മുടെ സ്ഥലത്തിലേക്ക് പോവാം. ഈ കാണുന്ന വീടുകളില്ലേ, ഇതെല്ലാം ഗ്രിഫിൻ്റെ മറ്റേ ലേബേഴ്സിൻ്റെ വീടാണ് കേട്ടോ.
കൂടുതലും ആസാമികളും ബീഹാറികളായിരിക്കും ഇതിൽ താമസിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലായിരിക്കും കേട്ടോ. നിങ്ങളന്ന് നമ്മൾ മെച്ചൂക്കയിൽ നിന്നും ലമാങ്ങോണോയ്ക്ക് ഇതേപോലെയുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ്. ഇത് ഫുള്ള് ആസാമികളും ബീഹാറികളുമാണ് കേട്ടോ. ഇവർ ഒരുപാട് വർഷമായിട്ട് ഇവിടെ പണിയെടുക്കുന്നതാണ് ഗ്രിഫിൻ്റെ കീഴിൽ. ഇവരുടെ കുടുംബങ്ങൾ മൊത്തം ഉണ്ടാവട്ടെ ഇവിടെ. ഒരു വീട്ടിലെ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും ഉണ്ടാവും ഓരോരോ വീടുകളിലായിട്ട്. കാരണം ഇവർ ഇത് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വേറെ വർക്ക് കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവരവരുടെ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആസാമികളും ബീഹാറികളൊക്കെ വരാറില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ് ഇവിടെ കേട്ടോ. ഇവിടെ നോർമൽ വർക്ക് ചെയ്യാൻ വലിയ പൈസയും കാര്യങ്ങളും ഇല്ലെങ്കിലും ഇവിടെ ഗ്രിഫിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തോ അത്യാവശ്യം ഫണ്ടും പിന്നെ ഫുഡിനുള്ള അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ കേട്ടോ. ഇതാണ്ട മിപ്പിഡോ. ആകെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി അവിടെ മേളിലേക്കാണത് ITBPൻ്റെ ക്യാമ്പൊക്കെ കേട്ടോ. പിന്നെ അവിടെയൊക്കെ കുറച്ച് വീടുകളുണ്ട്. കുറച്ച് വീടുകളുള്ളൂ. നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും വീടുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് കേട്ടോ. ചെറിയൊരു ഹെലിപ്പാഡാണ്. ഇതിവിടെ ആർമി പണിതേക്കണേ കേട്ടോ. നമ്മുടെ ഇതിൻ്റെ പുറകിൽ ആർമിയാണ്. പിന്നെ ആ ഒരു മല നോക്കി അവിടെയൊക്കെ ചെറിയ രീതിയിൽ സ്നോ കാണാൻ പറ്റുന്നത് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടോയെന്നൊന്നും ഒരു പിടുത്തമില്ല. ആരെങ്കിലും കാണണമെങ്കിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ആരെയും കാണാനില്ല. കുറേ നേരമായിട്ട് ഒരു വണ്ടിയൊക്കെ പോയിട്ട് നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ മിപ്പി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകണേ കേട്ടോ. ഇവിടെ ഒരു ബസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ലാസ്റ്റ് വന്നത് എന്തോ ITBPയുടെ ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞ് നമുക്ക് അലൗഡ് അല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നവഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ITBPയുടെ ക്യാമ്പ് കിട്ടി. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ ഫോഴ്സ് ക്യാമ്പ് ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അവിടെ നല്ല ചോറും സാമ്പാറും എല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ 15-20 കിലോമീറ്റർ ഉണ്ട് നാട് കേട്ടോ. സൈക്കിള് ഇതാണ് അവസ്ഥ. നോക്കിയേ എല്ലാം പൊട്ടിപ്പോട്ടാ ഈ സാധനം. പക്ഷെ എന്താ അവസ്ഥയല്ലേ ഇതാട്ടാ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ ആലോചിച്ച് സൈക്കിൾ എവിടെയെങ്കിലും വെച്ചിട്ട് വല്ല വണ്ടിക്ക് കൈയാണിച്ച് പോയാലാന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഇത്ര നേരിട്ട് വണ്ടി വന്നില്ല. പിന്നെ ആലോചിച്ച് എന്തെങ്കിലും ആട്ടെ സൈക്കിളിൽ തന്നെ അങ്ങ് പോകാലാന്ന് വിചാരിച്ചിട്ടാ. വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഇവിടെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടി വല്ലാത്തൊരു ഭംഗി തന്നെ കേട്ടോ. അടിയിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ശരിക്കും നേരെ ഇറങ്ങി ചെല്ലണത് അടിയിൽ മത്തുൻ റിവർ ഒഴുകണം കേട്ടോ. ആ ഒരു റിവറിലേക്കാണ്. ഇത് ചൈനയിൽ നിന്നും ഒഴുകി വന്ന റിവറാണ് കേട്ടോ. നമ്മൾ ഈ അരുണാചലിൽ എല്ലായിടത്തും ചൈനയിൽ നിന്നും ഒഴുകി വന്ന റിവർ കാണാം കേട്ടോ. ഇത് നേരെ വന്ന് ഉദിക്കുന്നത് നമ്മുടെ ബ്രഹ്മപുത്രയിലേക്കാണ്. ഞാൻ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അരുണാചലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിവർ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ട റിവറൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് കേട്ടോ. ചെറിയൊരു വഴിയാണ്. ഒരു ഇറക്കാൻ കിട്ടിയോണ്ട് ഞാൻ ബ്രേക്ക് ഫുള്ള് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പയ്യെ ഇറങ്ങണേ കേട്ടോ. സൈക്കിൾ ചവിട്ടാൻ പറ്റൂല. ഇതാണ് അവസ്ഥ. ആകെ പഴിയാണ് മക്കളെ. അവിടെ എന്തോ ചെറിയ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. നോക്കിയേ കുറച്ച് വീടുകളുള്ളൂ കേട്ടോ. ഈ ഒരു വഴി വേണം നമ്മൾ പോവാൻ വേണ്ടി. അത്യാവശ്യം കാലാവസ്ഥ കുഴപ്പമില്ല. ഇന്ന് ചെറിയ രീതിയിൽ വെയിലുണ്ട്. അതുപോലെ തന്നെ ഇടക്കിടക്ക് മഴയൊക്കെ പൊടിയുണ്ട് കേട്ടോ. ഇതാണ് മധുൻ എന്ന് പറഞ്ഞ റിവർ കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറിയിരിക്കുന്നതാണ്. അത്യാവശ്യം കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് ഒഴുകി നേരെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പോണ റൂട്ട് നോക്കി എന്ത് ഭംഗിയാണല്ലോ ഈ ഒരു മലയോരങ്ങൾ കാണാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക, മനസ്സൊക്കെ ഇങ്ങനെ കുളിരുന്ന ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ. വല്ലാത്തൊരു മനോഹരമായൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഈ ഒരു റൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ടാ. നമ്മളിപ്പോൾ ഉള്ളത് മിപ്പിയിലാണ്. ഇത് അപ്പർ ഡിബാങ് വാലി ഡിസ്ട്രിക്റ്റിലാണ്ടാ. ഇവിടെ ഈ ഒരു ബ്രിഡ്ജും ഇതേപോലെ ക്ലോസ് ചെയ്തിട്ടേക്കണേട്ടാ. നമ്മളിത് തുറന്നു വേണം അങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടി. അടിയിലൂടെ നല്ല രീതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കണ മധുൻ റിവർ. നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്നിട്ട് ഒരു വണ്ടി പോലും ഇതുവരെ പോയിട്ടില്ല കേട്ടാ. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഓ ഇതെങ്ങനെ തുറക്കണം? തുറയണ്ടല്ല. ഓഫ് കുറച്ച് ടൈറ്റാണ്ടത്. ഇത്ര നേരിട്ട് ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല കേട്ടോ. കുറേ നേരം. ഇനിയിപ്പോൾ ഈ റൂട്ടിൽ ആരും അങ്ങോട്ട് ഇങ്ങോട്ട് പോവാറില്ലേ. പക്ഷെ വണ്ടിയുടെ പാടുകളുണ്ട് കേട്ടോ ഇവിടെ. നോക്കിയാൽ ഒരുപാട് വണ്ടിയുടെ പാടുകളാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഒറ്റ വണ്ടി പോലും പോയിട്ടില്ലായിരിക്കും. അത് മിക്കവാറും ആർമിയുടെ അല്ലെങ്കിൽ ITBPയുടെ വണ്ടികൾ മാത്രമായിരിക്കും മിക്കവാറും പോകണേ ഈ റൂട്ടിൽ. ഏകദേശം 2 മണിക്കൂറായിട്ടാ. ഇത്ര നേരിട്ട് ഒരു വണ്ടി പോലും പോയിട്ടില്ല. പക്ഷെ എന്താണെന്ന് ഞാൻ ആലോചിക്കണം. ഇവിടെ വണ്ടികൾ പോകില്ലേ റൂട്ടിൽ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കിയേ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. ബസ് സ്റ്റോപ്പൊക്കെ വെറുതെ വെച്ചേക്കാനായിട്ട് ആൾക്കാർക്ക് വെറുതെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണേ ഇരിക്കുള്ളൂ. കാരണം ഈ ഒരു റൂട്ടിൽ ബസ്സൊന്നും പോകില്ല. അതുപോലെ തന്നെ സുമോ ഒക്കെ പോകാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെയും ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല. ഇത്ര നേരം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ.
ഇനിയിപ്പോൾ ഏകദേശം ഒരു 12 കിലോമീറ്റർ കൂടെ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടി. നമ്മളെ ബസം പോണ റൂട്ടിൽ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നേട്ടാ. അപ്പോൾ നമ്മുടെ കുപ്പിയായിട്ട് പോയേക്കണേ പുള്ളി ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇത് പുള്ളിയുടെ തോട്ടം കേട്ടാ. അത്യാവശ്യം സംഭവങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് കൃഷിയുണ്ട്. പുള്ളി ആസാമുകാരനാന്ന് തോന്നുന്നുണ്ടാ. ഇതാണ് പുള്ളീൻ്റെ വീട്ടിലേക്ക് പോണ റൂട്ടേട്ടാ. മരം വെച്ചുണ്ടാക്കിയ വീടാണ്. വീട്ടിലെ ഇതൊക്കെ എന്ത് മരമാണെന്ന് അറിയില്ല കേട്ടാ. കോഴി നോക്കി മറ്റേ സാധനം കേട്ടാ, കൽക്ക കോഴിയാണ്. സാധനം കൊത്തുന്ന് തോന്നട്ടാ. കാരണം ദാഹിച്ച് വരണ്ടു പോയിട്ടാ. ഇപ്പോൾ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല. വന്ന റൂട്ടിലൊക്കെ എല്ലാം വെള്ളം കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് കുടിക്കാനൊന്നും പറ്റിയില്ല. ठीक है भैया, थैंक यू. വെള്ളം ഫില്ലാക്കി. കാരണം നമ്മൾ വന്ന വഴിക്കൊക്കെ ഫുള്ള് വെള്ളം കലങ്ങിയിരിക്കണേട്ടാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവസാനം നമ്മൾ ചോദിച്ച് പറഞ്ഞ് ഫില്ലാക്കിയിട്ടാ. അത്യാവശ്യം കൃഷിയുണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ് സംഭവം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടാ. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുണ്ടല്ലേ മുളകാണിത്. മുളകല്ല കേട്ടോ, ഇത് വേറെന്തോ സംഭവമാണ്. ഇവിടെയും എന്തൊക്കെയോ കൃഷി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കിവിയാണെന്ന് തോന്നുന്നത്. കിവിയുടെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നട്ടാ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇതിങ്ങനെ വളർന്നു വന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ആ സമയമൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് തോന്നണം. ഒരു മഞ്ഞുമല കാണല്ലേ, അങ്ങോട്ടേക്ക് പോകാനൊരു ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന വീടുകളാണ്. പക്ഷെ ഇവിടെ ആൾക്കാർ താമസിക്കൽ വളരെ കുറവാണ് കേട്ടോ. വന്നും പോവും, പിന്നെ ഇടയ്ക്ക് താമസിച്ച് അങ്ങനെയുള്ളൂ കേട്ടോ. നമ്മളെ വന്നിപ്പോൾ എവിടെയൊക്കെ പെട്ടട്ടാ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വഴിയില്ല. ഞാൻ അങ്ങോട്ടൊക്കെ പോയപ്പോൾ ഇത് നോക്കി ഫുള്ള് പൂട്ടു കേട്ടാ. അതിൻ്റെ അപ്പുറത്ത് എന്തോ ലൈറ്റ് കാണുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം ഒന്നും അറിയില്ല. വീടാണോ അല്ലെങ്കിൽ വല്ല ക്യാമ്പാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെയൊക്കെ ഫുള്ള് നോക്കി റോഡ് പണി നടന്നിരിക്കണേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് എന്തോ പണിയണതിൻ്റെ ഇതാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. വേറെ വഴിയുണ്ടോ ഇല്ലയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതിൽ കൂടെ നടന്ന് പോകണോ ഒന്നും ഒരു പിടുത്തമില്ല. അടിയിൽ കൂടെ നദി ഒഴുകാണ്ട് കേട്ടാ. അവിടെ നിന്നൊരു ഫ്ലാഷ് അടിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടം വരെ വന്നത് വെറുതെ പോയിട്ടാ. ഒന്നും കാണാൻ പറ്റില്ല. അവിടെ ബ്രിഡ്ജ് പൊളിഞ്ഞിടക്കുന്നുണ്ട്. ബ്രിഡ്ജില്ല, പണിതണ്ട് ഇരിക്കണേണ്. അവസാനം എന്തേ പൂണ്ടുപോയി. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കഴുകണം. ഇവിടെ ഇങ്ങനെ വെള്ളം വേണം കേട്ടാ. നല്ല ഇരുട്ട് കുത്തിയിരിക്കണേ. ഇവിടെ നിൽക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. വല്ല ടൈഗർ വല്ലതും ഉണ്ടാകുന്നൊരു പേടിയുണ്ട് ഇവിടെ. കാരണം ഈ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഈ സമയത്തൊക്കെ രാത്രി ട്രാവൽ ചെയ്തിരുന്ന ആൾക്കാർ പറഞ്ഞു 3 മണിയായിട്ട് നിങ്ങൾ ഇറങ്ങരുതാ പറഞ്ഞാൽ. പക്ഷെ നമ്മളിവിടെ പെട്ടുപോയിട്ടാ. എന്ത് ചെയ്യാനാ, സൈക്കിള് കംപ്ലൈൻ്റ് ആയി ആകെ പെട്ടിരിക്കണേ. ഇപ്പോൾ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാലാന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ പണിയാവും ഇങ്ങനെ ഇറങ്ങി കിടന്നു കഴിഞ്ഞാലേ. ഇപ്പോൾ ഇവിടെ അടുത്ത് വില്ലേജോ കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഉണ്ടാകുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. വീടാണോ അല്ലെങ്കിൽ ക്യാമ്പാണോ ഒരു പിടുത്തമില്ല. പക്ഷേ ഇവിടെ അടുത്ത് വേറെ ഒന്നുമില്ല. അവിടെ തിരിച്ച് കുറച്ചും കൂടെ പോകണമെങ്കിൽ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, വീടാണെന്ന് തോന്നുന്നത്. മാക്സിമം അവിടെ എത്താൻ പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ എവിടെയും ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. എന്തായാലും നോക്കാം, വേറൊരു ഓപ്ഷൻ ഇല്ല. അവസാനം ഇവിടെ ഒരു വീട് ഉണ്ട് കേട്ടോ. ഇവിടെ ആരെങ്കിലും ഉണ്ടാകുന്ന അറിയില്ല. എൻ്റെ പൊന്നെ, ഇത്ര നേരം വന്നിട്ട് ഇവിടെ വീടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫോണിലെ ചാർജ് തീർന്നത്, അതുകൊണ്ടാണ് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റാത്ത. ഇവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താവും അറിയില്ല. വീട്ടിൽ ആളുണ്ടോ ഇല്ലെന്ന്. ചെരുപ്പാണ് കേട്ടോ അവിടെ. ഒരു ചെരുപ്പ് ഇപ്പം ഉണ്ട് അവിടെ. ഇപ്പോൾ നോക്കട്ടെ. അപ്പോൾ അവസാനം നമുക്കിവിടെ ഒരു വീട് കിട്ടിയേട്ടാ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ നമുക്ക് തങ്ങളുടെ സ്പേസ് കാര്യങ്ങൾ തന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഭയ്യ, कैसे हो? आपका नाम क्या है भैया? समीर. आप तो आसाम का है ना भैया? धन्यवाद. അപ്പോൾ ഇവിടെ എൻ്റെ പാൻറ്റ് മൊത്തം നനഞ്ഞ് ചീഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തീൻ്റെ അവിടെ വന്നിട്ട് ഉണക്കണേണ്. കണ്ടില്ലേ, ഇതാണ് വീട്. അപ്പോൾ പുള്ളി മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ തങ്ങാനുള്ളൊരു സ്പേസ് കിട്ടിയേട്ടാ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം മിപ്പിലേക്ക് 15-17 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിക്കണേട്ടാ. ചോറുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ മാഗി, പിന്നെ മുളക് ഇടിച്ചുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബൈ ഉണ്ട്. ബൈ ടീക്കനാ. നമ്മളെ ഇവിടെ ഇന്ന് തങ്ങണേ. അപ്പോൾ പുള്ളി നമുക്ക് ഉണ്ടാക്കി തന്നാണ് ചോറും കറിയൊക്കെ. ഞങ്ങൾ ഒരുമിച്ച് എന്താണ്ട് ഫുഡ് കഴിക്കണം.
മാഗി ഇങ്ങനെ എടുക്കുക, ചോറും കൂടെ കൂട്ടിയിട്ട്